CJP കൊച്ചി സംഗമത്തിന് ആഹ്വാനം ചെയ്ത ടെലിഗ്രാം അക്കൗണ്ടുകൾ കണ്ടെത്തി. ഇത് സംബന്ധിച്ച വിവരങ്ങൾ ശേഖരിച്ച രഹസ്യാന്വേഷണ വിഭാഗങ്ങൾ കൊച്ചി സിറ്റി സ്പെഷ്യൽ ബ്രാഞ്ച് ഇന്റലിജൻസ് ADGPക്ക് റിപ്പോർട്ട് നൽകി. ഞായറാഴ്ച കൊച്ചിയിലായിരുന്നു CJP കൂട്ടായ്മയ്ക്ക് ആഹ്വാനം ചെയ്തത്. CJPയുടെ കേരളത്തിലെ ആദ്യ കൂട്ടായ്മയ്ക്ക് ആരും എത്തിയിരുന്നില്ല എന്നതുകൂടി ശ്രദ്ധേയമാണ്. വിവരങ്ങളുമായി ജിജീഷ് കരുണാകരൻ ചേരുന്നുണ്ട്. ജിജീഷ്, ഇന്നലെയാണ് കൊച്ചിയിൽ വലിയ സംഗമത്തിന് ആഹ്വാനം ചെയ്തത്. പക്ഷേ ഒരാൾ പോലും ഈ സംഗമത്തിൽ അല്ലെങ്കിൽ ഈ കൂട്ടായ്മയിൽ പങ്കെടുക്കാൻ എത്തിയില്ല. അത് ഒരു രാജ്യവിരുദ്ധ സ്വഭാവം ഈ CJPക്ക് ഉണ്ട് എന്നത് തന്നെയാണ് ഇന്റലിജൻസ് ഏജൻസികളുടെയൊക്കെ വിലയിരുത്തൽ. ഇപ്പോൾ എന്താണ് ഇതുമായി ബന്ധപ്പെട്ടുള്ള അന്വേഷണത്തിൽ മനസ്സിലാകുന്നത്? നീലിമ, ദക്ഷിണേന്ത്യയിലെ ആദ്യ സമ്മേളനം എന്നെല്ലാമുള്ള വലിയ പ്രചാരണം നൽകിക്കൊണ്ടായിരുന്നു ഇത്തരത്തിൽ ഒരു ടെലിഗ്രാം ഗ്രൂപ്പുകൾ രൂപീകരിച്ചുകൊണ്ട് അതിലൂടെ കൂട്ടായ്മയ്ക്ക് ആഹ്വാനം ചെയ്തത്. ഈ ഒരു ആഹ്വാനം ഇതുമായി ബന്ധപ്പെട്ട് പുറത്തിറങ്ങിയപ്പോൾ തന്നെ കേന്ദ്ര സംസ്ഥാന രഹസ്യാന്വേഷണ വിഭാഗങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട പരിശോധനകൾ, അന്വേഷണങ്ങളെല്ലാം തന്നെ ആരംഭിച്ചിരുന്നു. മാത്രമല്ല, ഇന്നലെ ഈ ഒരു സംഗമം നടക്കുമെന്നറിയിച്ച മറൈൻ ഡ്രൈവിൽ ഉച്ചയ്ക്ക് 3 മണിക്ക് മുമ്പ് തന്നെ വലിയ പോലീസ് സന്നാഹവും ഒപ്പം തന്നെ രഹസ്യാന്വേഷണ വിഭാഗങ്ങളുടെ നിരീക്ഷണവും എല്ലാം തന്നെ ഉണ്ടായി. എന്നാൽ ഒരാൾ പോലും എത്തിയില്ല എന്ന് അവിടെ ആ ഒരു ഭാഗത്തേക്ക് എത്തിയില്ല. കാരണം ഇതിൻ്റെ ഒരു രാഷ്ട്രവിരുദ്ധ സ്വഭാവം കൂടുതൽ ആളുകൾക്ക് ബോധ്യമാവുകയും ചെയ്തു. എന്നാൽ അതേ ഘട്ടത്തിൽ തന്നെ ആരാണ് ഈ സംഗമത്തിന് പിന്നിലുണ്ടായിരുന്നത്, ആരാണ് ഇത്തരത്തിലുള്ള ഒരു ആഹ്വാനത്തിന് പിന്നിൽ ഉണ്ടായിരുന്നത് എന്ന് കണ്ടെത്താനുള്ള അന്വേഷണം അപ്പോൾ തന്നെ ആരംഭിച്ചിരുന്നു. അതിന്റെ അടിസ്ഥാനത്തിൽ പ്രാഥമികമായി നടത്തിയിട്ടുള്ള ഒരു അന്വേഷണ റിപ്പോർട്ട് അത് സ്റ്റേറ്റ് സ്പെഷ്യൽ ബ്രാഞ്ച് ഇന്റലിജൻസ് മേധാവിക്ക്, ഇന്റലിജൻസ് ADGPക്ക് കൈമാറിയിരിക്കുകയാണ്. അതിൽ സൂചിപ്പിച്ചിരിക്കുന്നത് ഈ അക്കൗണ്ടുകളുടെ വിവരങ്ങൾ കൈമാറിയിട്ടുണ്ട്. ഏതെല്ലാം ടെലിഗ്രാം അക്കൗണ്ടുകളാണ്, 6 ടെലിഗ്രാം അക്കൗണ്ടുകളാണ് ഇതുമായി ബന്ധപ്പെട്ട് കണ്ടെത്തിയിരിക്കുന്നത്. അതുമാത്രമല്ല, ഇതിൽ അംഗങ്ങളായ ആളുകളെ സംബന്ധിച്ചും 6 പേർ അവർ ടെക്കികളാണ് എന്നൊരു വിവരമാണ് ഇപ്പോൾ രഹസ്യാന്വേഷണ വിഭാഗങ്ങൾക്ക് ലഭിച്ചിരിക്കുന്നത്. ടെക്കികൾ അടക്കമുള്ള 6 പേരാണ് ഇതിന് പിന്നിൽ പ്രവർത്തിച്ചിരുന്നത്. ഇവരുടെ എല്ലാം മുഴുവൻ വിലാസങ്ങളും ഒപ്പം തന്നെ പശ്ചാത്തലം അടങ്ങിയ ഒരു വിശദമായ റിപ്പോർട്ട് തന്നെയാണ് ഇന്റലിജൻസ് ADGPക്ക് സ്റ്റേറ്റ് കൊച്ചി സിറ്റി SSB കൈമാറുകയും ചെയ്തിരിക്കുന്നത്. നേരത്തെ തന്നെ ഈ ഒരു കേരളത്തിലെ സംഘാടകരുടെ പശ്ചാത്തലം സംബന്ധിച്ചുള്ള വിവരങ്ങൾ ഓരോന്നായി തന്നെ പുറത്തു വന്നിരുന്നു. ഇഷാ മറിയം അടക്കമുള്ള ആളുകൾ, അബ്ദുൽ നാസർ മദനി, കൊടും ഭീകരൻ അബ്ദുൽ നാസർ മദനിയുടെ അടുത്ത ബന്ധുവാണ് ഈ ഒരു CJP എന്ന പറ്റ പാർട്ടിയുടെ വക്താവായി എപ്പോഴും സംസാരിച്ചിരുന്നത്, മാധ്യമങ്ങളിലടക്കം പ്രത്യക്ഷപ്പെട്ടിരുന്നത് എന്നത് ജനന്റീത് തന്നെ ഇക്കാര്യം പുറത്തുവിടുകയും ചെയ്തു. ഒപ്പം തന്നെ ഈ ഒരു ഇഷാ മറിയം മാത്രമല്ല, സമാനമായ പശ്ചാത്തലങ്ങളുള്ള നിരവധി ആളുകൾ ഈ ഒരു പാർട്ടിക്ക് പിന്നിൽ അല്ലെങ്കിൽ ഇത്തരം ഒരു പാർട്ടിയുടെ പേരിൽ രാഷ്ട്രവിരുദ്ധ നീക്കങ്ങൾക്ക് തയ്യാറെടുത്തിരുന്നു എന്നുകൂടി വ്യക്തമാവുകയും ചെയ്തു. ആ ഒരു ഘട്ടം മുതൽ തന്നെ വിവിധ കേന്ദ്ര ഇന്റലിജൻസ് ബ്യൂറോ, കേന്ദ്ര IB അടക്കം ഇക്കാര്യത്തിൽ പരിശോധനകൾ നടത്തി, അന്വേഷണങ്ങൾ നടത്തി. ഇതിന്റെ ആളുകളെ കേന്ദ്രീകരിച്ചുള്ള വിവരങ്ങൾ ശേഖരിച്ചു. പല ഭാഗങ്ങളിലും കൂട്ടായ്മകൾക്കുള്ള ആഹ്വാനങ്ങൾ ഉണ്ടായിരുന്നു. രാജ്യത്താകെ 146ഓളം തരത്തിലുള്ള ഗ്രൂപ്പുകളായിരുന്നു ഉണ്ടായിരുന്നത് എങ്കിൽ കേരളത്തിലും ചെറുതും വലുതുമായ അംഗസംഖ്യയുള്ള കൂട്ടായ്മകൾക്ക് പലയിടത്തും രൂപം നൽകാനുള്ള തയ്യാറെടുപ്പുകൾ ഉണ്ടായി. എന്നാൽ ആദ്യഘട്ടത്തിൽ ഇതൊരു യുവാക്കളുടെ കൂട്ടായ്മ എന്നെല്ലാമുള്ള പ്രചാരണത്തിന്റെ അടിസ്ഥാനത്തിൽ ഇതിന്റെ ഭാഗമായ നിരവധി ആളുകളുണ്ട്. എന്നാൽ രാഷ്ട്രവിരുദ്ധ ലക്ഷ്യങ്ങൾ വ്യക്തമായതോടുകൂടി ഇതിലെ ആളുകൾ പലരും കൊഴിഞ്ഞു പോവുകയായിരുന്നു, പിന്നോട്ട് മാറുകയും ചെയ്തു. അങ്ങനെയാണ് ഇന്നലെ ദക്ഷിണേന്ത്യൻ സംഗമം എന്ന ആഹ്വാനം ഉണ്ടായിട്ടും ഒരാൾ പോലും ആ സംഗമത്തിന് എറണാകുളം മറൈൻ ഡ്രൈവിൽ എത്തിച്ചേരാതിരുന്നത്. അതേ ഘട്ടത്തിൽ തന്നെയാണ് ഇതിന് പിന്നിലുള്ള ആളുകളെ കേന്ദ്രീകരിച്ചുള്ള അന്വേഷണം വളരെ വിശദമായി തന്നെ നടക്കുകയും ഒപ്പം തന്നെ രഹസ്യാന്വേഷണ വിഭാഗം ആദ്യഘട്ടത്തിൽ നൽകിയ റിപ്പോർട്ട് അനുസരിച്ച് 6 പേരാണ് ഇതിന്റെ എല്ലാം നേതൃനിരയിൽ ഉണ്ടായിരുന്നത് എന്നും അതിൽ ടെക്കികൾ ഉൾപ്പെടെയുള്ള ആളുകൾ ഉണ്ടായിരുന്നു എന്നും വ്യക്തമാവുകയും ചെയ്തത്. ഇനി കൂടുതൽ വിശദമായ അന്വേഷണത്തിലായിരിക്കും ഇവരുടെ മുൻകാല പശ്ചാത്തലം, ഇവർ മുമ്പ് പ്രവർത്തിച്ചിരുന്ന സംഘടനകളുടെ പശ്ചാത്തലം അടക്കമുള്ള കാര്യങ്ങൾ. ഏതായാലും ഈ രാജ്യവിരുദ്ധ കൂട്ടായ്മയ്ക്ക് ആരാണ് കൊടിപിടിച്ചത് എന്നതടക്കമുള്ള അന്വേഷണങ്ങളിലേക്കാണ് സ്പെഷ്യൽ ബ്രാഞ്ചും അതുപോലെ ഇന്റലിജൻസും ഒക്കെ കടന്നിരിക്കുന്നത്. ആരാണ് ഈ ടെലിഗ്രാം അക്കൗണ്ടുകളിലൂടെ ഇത്തരത്തിൽ ആഹ്വാനം നൽകിയത് എന്നതടക്കമുള്ള വിവരങ്ങൾ വരും മണിക്കൂറുകളിൽ പുറത്തുവരും.